നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനുമായിട്ടാണ്. വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല മുരിഞ്ഞ് വന്നിട്ടുള്ള സൂപ്പർ തോരനാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുക്കുന്നത്. അധികം മൂക്കാത്ത ഇളം വെണ്ടയ്ക്കയാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പം ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ വട്ടത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് എണ്ണയെല്ലാം എല്ലായിടത്തും ആവുന്ന പോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. എരിവിന് വേണ്ടി നമ്മൾ വറ്റൽമുളകാണ് എടുക്കുന്നത്. 5 വറ്റൽമുളക് അതുകൂടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ നല്ല ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം വേണം, ഒരു 1/4 ടീസ്പൂൺ അതുകൂടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മല്ലി ഇടുന്നുണ്ട്. ഹോൾ മല്ലിയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ ചെറിയുള്ളി ഒരു 5ഓ 6ഓ ചെറിയുള്ളിയും കൂടെ എടുത്ത് ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് വെണ്ടയ്ക്ക നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കും. ഇനി വീണ്ടും പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നല്ലപോലെ തന്നെ വഴന്നു വരണം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അതും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങയുടെ കൂടെ പച്ചമല്ലിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മൂത്ത് ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം, നല്ലപോലെ മുരിഞ്ഞ് വരണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. എന്നിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല മുരിച്ചെടുക്കാം. അപ്പം ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല എളുപ്പത്തിൽ നമ്മൾ വെണ്ടയ്ക്ക തോരൻ റെഡിയാക്കി എടുത്തു. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ചോറിനൊരു തൈരൊക്കെ ഉണ്ട്, തൈര് മാത്രമുള്ളതെന്ന് വെച്ചാൽ ഇത് കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.